നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ റിയാക്ടിവിറ്റി സീരീസ് എന്നാണ്. അപ്പം റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഇലക്ട്രോഡ്സിനെ പറ്റി പഠിച്ചു അല്ലേ, പല മെറ്റൽസിൻ്റെ ഇലക്ട്രോഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ മെറ്റൽസ് തന്നെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്, ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട്. അപ്പം അവരെ നമ്മൾ ഒരു ടേബിളിൻ്റെ അകത്ത് ഉൾപ്പെടുത്താണ്. എങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഹയ്യസ്റ്റ് റിയാക്ടിവിറ്റി കാണിക്കുന്ന അല്ല ഹയ്യസ്റ്റ് റിയാക്ഷൻ കാണിക്കുന്ന മെറ്റൽ ആദ്യം, പിന്നെ ഏറ്റവും ലീസ്റ്റായിട്ട് റിയാക്ഷൻ കാണിക്കുന്ന എലമെൻറ്റ്സ് ലാസ്റ്റ്. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മൾ എന്താ പറയുന്നത്, റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് എലമെൻറ്റ്സ് ആർ അറേഞ്ച് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. അപ്പം താഴത്തുള്ള എലമെൻറ്റ്സ് അത്ര പെട്ടെന്ന് റിയാക്ഷനിൽ പങ്കെടുക്കില്ല, അതാണ് റിയാക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ലിസ്റ്റ്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് അല്ല മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യമാണ്. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മെറ്റലോ നോൺ മെറ്റലോ അല്ലാത്ത ഒരാളിവിടെ പെട്ടിട്ടുണ്ട്. അതാരാ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ശരിക്കും ഒരു മെറ്റലോ നോൺ മെറ്റലോ അല്ല, പക്ഷേ അതൊരു മെറ്റാലിക് ക്യാരക്ടറും കാണിക്കും, നോൺ മെറ്റാലിക് ക്യാരക്ടറും കാണിക്കും. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു എക്സെപ്ഷൻ കേസ് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പം ഹയ്യസ്റ്റ് റിയാക്റ്റീവ്, പെട്ടെന്ന് എല്ലാ സാധനമായിട്ട് റിയാക്ട് ചെയ്യുന്ന സാധനമാണ് എന്ത്? പൊട്ടാസ്യം. ഏറ്റവും കുറവ് പെട്ടെന്ന് ആരായിട്ടും റിയാക്ട് ചെയ്യാത്ത സാധനമാണ് ഗോൾഡ്. അപ്പം അതാണ് റിയാക്ടിവിറ്റി സീരീസ് ഡിക്രീസസ് കണ്ടില്ല, താഴേക്ക് ഈ ലൈനിൻ്റെ താഴോട്ടേക്ക് പോകും തോറും അതിൻ്റെ റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞ് വരും. ഓക്കെ, ഇനി ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഉപയോഗമാണ് നമുക്ക് പല സ്ഥലത്തും വേണ്ടത്. അതിലാദ്യത്താണ് ഐഡൻറ്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ബീയിങ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ മെറ്റൽസിൻ്റെ പൊസിഷൻ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എന്തായി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സിങ്ക് പിന്നെ കോപ്പർ സൾഫേറ്റും, ഇപ്പോൾ രണ്ടിനെ പൊസിഷൻ നോക്കുക. സിങ്ക് ആദ്യം മുകളിൽ വരുന്നുണ്ട്, കോപ്പർ താഴത്താണ് വരുന്നത് അല്ലേ. അപ്പം മുകളിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്തായാലും മെറ്റലിൻ്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. താഴത്തേക്ക് വരുമ്പോൾ റിയാക്ഷൻ കുറവായിരിക്കും. അപ്പം റിയാക്ഷൻ കൂടുതൽ കാണിക്കുന്ന എലമെൻറ്റ്, റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെൻറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോളൂ, സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ്. ഇവിടെ എന്താ മാറ്റം വന്ന്? സിങ്ക് കോപ്പറിനെ അതിൻ്റെ സ്ഥലത്ത് നിന്ന് പുറത്താക്കി, ആ സ്ഥലം പിടിച്ചെടുത്തില്ലേ, ഇതിൻ്റെ കോപ്പറിനെ എന്താക്കി? പുറത്താക്കി. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞത്, സ്ഥാനം മാറ്റം സംഭവിക്കേണ്ടത്, അതാണ് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം സിങ്ക് റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് കമ്പയർഡ് ടു കോപ്പർ ആയതുകൊണ്ട്, ഈ റിയാക്റ്റീവ് കൂടുതൽ കാണിക്കുന്ന മെറ്റൽ എന്ത് ചെയ്യും? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് അതിൻ്റെ പ്ലേസിന് പുറത്താക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഏത് മെറ്റലാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഈ ടേബിൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റ്. അപ്പോൾ കോപ്പർ താഴത്താണ്, അതിനെക്കാട്ടിയും താഴത്താണ് ആര്? സിൽവർ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കോപ്പറും സിൽവർ നൈട്രേറ്റും റിയാക്ട് ചെയ്യുമ്പം നമുക്കിവിടെ കണ്ടാൽ അറിയാം, കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? സിൽവർ നൈട്രേറ്റിൽ സിൽവറിനെ പുറത്താക്കി ആ പ്ലേസിൽ കോപ്പർ കയറും, സിൽവർ പുറത്തേക്കും പോകും അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? കോപ്പർ സിൽവറിനെ കാട്ടിയും റിയാക്ടിവിറ്റി കൂടുതൽ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഒരു ഉപയോഗം. ഏത് മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ആ സെറ്റ് അല്ലെങ്കിൽ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ. അപ്പോൾ ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താ ഓർമ്മയുണ്ടോ? ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പം ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ, നിങ്ങൾ റിഡോക്സ് റിയാക്ഷനിലൊക്കെ പലതരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അതിൻ്റെ പല ഡെഫിനേഷൻസും ഉണ്ട്. നമുക്കിവിടെ പ്ലസും മൈനസും ചാർജൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ അല്ലെങ്കിൽ ഏത് എലമെൻറ്റാണോ ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നത് ആ റിയാക്ഷനാണ് നമ്മൾ എന്താ പറയുന്നത്? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു എലമെൻറ്റ് അതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു, അതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നുണ്ട്. ആ റിയാക്ഷനാണ് എന്ത്? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ, ആരാണോ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത് ആ മെറ്റലാണ് റെഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ആ മെറ്റലാണ് റിഡക്ഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അപ്പോൾ നമ്മളുടെ അടുത്ത് ചോദിച്ചത് എന്താ? ഏത് മെറ്റലാണ് ഇവിടെ ഓക്സിഡൈസ്ഡ് ആവുന്നതെന്നാണ് ചോദിച്ചത് അല്ലേ. ഏത് മെറ്റലാണ് ഇവിടെ ഓക്സിഡൈസ്ഡ് ആവുന്നത്? ആരാണ് ഇവിടെ
ആരാണ് ഇവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്? നമുക്ക് Cu gives Cu2 plus 2 ഇലക്ട്രോൺസ്. കോപ്പറിൻ്റെ മുകളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? 2 ഇലക്ട്രോൺ പോകുന്നുണ്ട്. കോപ്പർ എന്തായി മാറി? Cu2+ ആയി മാറുന്നുണ്ട്. Cu2++ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, Cu2+ 2 ഇലക്ട്രോൺസ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. 2+ വരാൻ കാരണം എന്താ? 2 ഇലക്ട്രോണ് കോപ്പർ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, കോപ്പറിൻ്റെ മുകളിൽ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവിടെ എന്തായത്? Cu2+ 2 ഇലക്ട്രോണ് ആയി മാറിയത്. ഓക്കെ, ഇനി അടുത്ത എന്താ? വിച്ച് വൺ ഈസ് റിഡ്യൂസ്ഡ് ഹിയർ? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഏതാണ് റെഡ്യൂസ്ഡ് ആയത്? ആ റിഡക്ഷൻ റിയാക്ഷൻ്റെ ഇക്വേഷൻ കൂടി നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് ആവുന്നതാരാ? ഇവിടെ ആരാണ് റെഡ്യൂസ്ഡ് ആവുന്നത്? അപ്പം ഏത് റിയാക്ഷൻ നമ്മുടെ അടുത്ത് ചോദിച്ചത്? അണ്ടർഗോൺ ഓക്സിഡേഷൻ. ഇവിടെ നമ്മുടെ അടുത്ത് വിച്ച് മെറ്റൽ ഇസ് ഓക്സിഡൈസ്ഡ് ഹിയർ? കോപ്പറാണ് അല്ലേ എന്തായത്? ഓക്സിഡൈസ്ഡ് ആയി മാറിയത്. ഓക്കെ, വിച്ച് വൺ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ? ഇവിടെ ആരാണ് റെഡ്യൂസ്ഡ് ആയത്? അപ്പം റിഡക്ഷൻ എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതാണ് റിഡക്ഷൻ അല്ലേ? അപ്പം ഇവിടെ സിൽവറാണ് റെഡ്യൂസ്ഡ് ആവുന്നത്. സിൽവർ. ഓക്കെ, സിൽവർ എന്താവുന്നുണ്ട്? റിഡക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പം Ag+ ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ റിയാക്ഷൻ നടക്കുന്ന എന്താ? Ag+1 ആയിരുന്നു. ഇത് പുറത്തേക്ക് വരുമ്പം Ag+1 ആയിട്ടാണ് വരുന്നത്. ഈ കോപ്പർ റിലീസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ആരെ ആക്സെപ്റ്റ് ചെയ്യും? ഒരു സിൽവർ ആറ്റം ആക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്തായി മാറും? സിൽവർ മെറ്റലായിട്ട് മാറും. ഓക്കെ, ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ Ag+1 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് നേരെ പുറത്തേക്ക് വരുന്നത്. അപ്പം കോപ്പർ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന നഷ്ടപ്പെടുന്ന കോപ്പറിൻ്റെ അടുത്ത് നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് ആര് സ്വീകരിക്കും? സിൽവർ സ്വീകരിക്കും. എന്നിട്ടത് സിൽവർ മെറ്റലായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അപ്പം ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? മോർ റിയാക്റ്റീവ് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ പുറത്താക്കുന്നുണ്ട്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. അപ്പോൾ ഇതിനെ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സൾഫേറ്റ് സോൾട്ട് എന്ന് പറയും. ഇതിനെ നൈട്രേറ്റ് സോൾട്ട് ഓഫ് സിൽവർ, സൾഫേറ്റ് സോൾട്ട് ഓഫ് കോപ്പർ. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുക? സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നു. മെറ്റൽസിൻ്റെ സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലിനെ പുറത്തേക്കാക്കും. ഇനി സെക്കൻഡ് യൂസ് എന്താ? ടു ഐഡൻറ്റിഫൈ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാർട്ടും കൂടിയാണ്. എന്താണ് ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ്? എന്താണ് ഈ റെഡ്യൂസിങ് ഏജൻറ്റ്? നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻ കണ്ടതാണ് അല്ലേ? ഇനി ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ, റെഡ്യൂസിങ് ഏജൻറ്റ് എന്താ നോക്കാം. അത് നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ മെഗ്നീഷ്യം പ്ലസ് കോപ്പർ സൾഫേറ്റ്. ഇവിടെ നമ്മളുടെ റിയാക്ടിവിറ്റി സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ മെഗ്നീഷ്യം കോപ്പറിൻ്റെ കാട്ടി മുകളിലാണ്. അപ്പം മെഗ്നീഷ്യം എന്ത് ചെയ്യും? കോപ്പറിനെ അതിൻ്റെ പ്ലേസിൽ നിന്ന് മാറ്റി അവിടെ മെഗ്നീഷ്യം കയറും. എന്നിട്ട് മെഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് മാറും. കോപ്പർ മെറ്റലായിട്ട് പുറത്തേക്കും വരും. ഓക്കെ, വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ? നമ്മുടെ അടുത്ത് ചോദിച്ചത് ഏത് മെറ്റലാണ് ഇവിടെ ഓക്സിഡൈസ്ഡ് ആവുന്നത്? ഏത് മെറ്റലാണ് ഓക്സിഡൈസ്ഡ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏത് മെറ്റലാണ് ഇവിടെ ഓക്സിഡൈസ്ഡ് ആവുന്നത്, ഏത് മെറ്റലാണ് ഇവിടെ റെഡ്യൂസ്ഡ് ആവുന്നത് എന്നുള്ളത്? ഓക്സിഡൈസ്ഡ് ആവുക ഏതാണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം മെഗ്നീഷ്യത്തിന് മുകളിൽ 2+ ചാർജ് വന്ന്. 2+ ചാർജ് പറഞ്ഞാൽ എന്താ? മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആരാണ് ഇവിടെ ഓക്സിഡൈസ്ഡ് ആയത്? ആരാണ് ഇലക്ട്രോൺ ലോസ് ചെയ്തത്? മെഗ്നീഷ്യമാണ്. ഓക്കെ, വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ? ദ മെറ്റൽ ഓക്സിഡൈസ്ഡ് ഈസ് മെഗ്നീഷ്യം. മെഗ്നീഷ്യമാണ് ഇവിടെ ഓക്സിഡൈസ്ഡ് ആയി മാറിയത്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടന്ന ഇക്വേഷൻ എഴുതാൻ. അപ്പം മെഗ്നീഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? മെഗ്നീഷ്യം 2+ ആയി മാറി സൊല്യൂഷനകത്തേക്ക് പോവും, +2 ഇലക്ട്രോൺസ് ലോസും ചെയ്യും. ഇതാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ എങ്ങനെ ഓർമ്മിക്കുക?
അപ്പം LO ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഓക്സിഡേഷൻ, LOX ഓർമ്മിച്ചാൽ മതി. ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? ഓക്സിഡേഷനാണ്. ഓക്കെ, ഒന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? റിഡക്ഷൻ ആൻഡ് RGO GRO നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഓർമ്മിക്കാം. റിഡക്ഷൻ എന്താണ്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, കൺഫ്യൂഷൻ വരാതെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി വിച്ച് മെറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ? ഏത് മെറ്റലാണ് ഇവിടെ റെഡ്യൂസ്ഡ് ആയത്? ആർക്കാണ് ഇവിടെ ഇലക്ട്രോണിന് കിട്ടിയത് മെറ്റലായിട്ട് പുറത്തേക്ക് വന്നു? കോപ്പറല്ലേ? ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലായിരിക്കും എപ്പോഴും എന്ത് സംഭവിക്കുന്നത്? റെഡ്യൂസ്ഡ് ആവുന്നത്. അപ്പം കോപ്പറാണ് ഇവിടെ എന്തായത്? റെഡ്യൂസ്ഡ് ആയത്. Cu ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റിഡക്ഷൻ. റിഡക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പം റിയാക്ഷൻ നടക്കുന്ന സമയത്ത് കോപ്പർ Cu2+ ആയിട്ട് സൊല്യൂഷനകത്തേക്ക് ഇറങ്ങും. അതേ സൊല്യൂഷൻ്റെ അകത്ത് മെഗ്നീഷ്യം റിലീസ് ചെയ്യുന്ന ആരുണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ കോപ്പർ ഈ 2 ഇലക്ട്രോൺസിനെയും എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ Cu2+ 2 ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ മെറ്റലായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം ഗെയിൻ ചെയ്യുന്ന ആരാണോ അയാളാണ് റെഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, റിഡക്ഷൻ റിയാക്ഷൻ എന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതാണ് RG. ഓക്സിഡേഷൻ എന്താ? ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത് LO. ഓക്കെ, ലോസിങ് ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഓക്സിഡേഷൻ. വിച്ച് റിയാക്ഷൻ ഒക്കേഴ്സ് ടു ദ മോർ റിയാക്റ്റീവ് മെറ്റൽ? മോർ റിയാക്റ്റീവ് മെറ്റൽ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺ ലോസ് അല്ലേ ചെയ്തത്. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. വിച്ച് റിയാക്ഷൻ ഒക്കേഴ്സ് ടു ദ അയേൺ ഓഫ് ദ ലെസ് റിയാക്റ്റീവ് മെറ്റൽ? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഇവിടെ ആര്? കോപ്പർ. കോപ്പറിനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തില്ലേ? അപ്പോൾ കോപ്പർ എന്താ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി അപ്പം ഇത് റെഡിലാക്കി വെച്ച് മനസ്സിലാക്കി വെക്കുക. മോർ റിയാക്റ്റീവ് മെറ്റൽ എന്താവുന്നുണ്ട്? ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്. വൈൽ ദ അയേൺ ഓഫ് ദ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഗെറ്റ്സ് റെഡ്യൂസ്. ഈ പോയിന്റ് മറക്കരുത്. ഇനി വാട്ട് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ? അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ആരാണ് ഈ ഓക്സിഡൈസിങ് ഏജൻറ്റും ആരാണ് ഈ റെഡ്യൂസിങ് ഏജൻറ്റ് എന്നാണ്. അല്ലേ? ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും ആരാണ് നമുക്ക് പറയണം. അപ്പോൾ എന്താണ് ഈ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എളുപ്പവഴി എന്താ വെച്ചാൽ, ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിഡേഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആര് കാരണമാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ആര് കാരണമാണോ ഓക്സിഡേഷൻ നടക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ ആര് കാരണമാണ് റിയാക്ഷൻ ഓക്സിഡേഷൻ ഉണ്ടായത്, അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കാൻ കാരണം എന്താ? ആര് കാരണം ആണ് മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? കോപ്പർ കാരണമല്ലേ? കാരണക്കാരൻ ആരാ? കോപ്പറാണ്. അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ? ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇസ് കോപ്പർ. അപ്പോൾ ആര് കാരണമാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ? അവിടെ കോപ്പറാണ്. കോപ്പർ കാരണമല്ലേ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്, ഓക്സിഡേഷൻ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? കോപ്പറാണ്. നമ്മുടെ അടുത്തൊരു കാര്യം കൂടി ചോദിച്ചു, ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ്? ആരെ കയ്യിൽ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അയാളാണ് ആരായി മാറുന്നത്? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? ഏജൻറ്റ് ആരാണ്? മെഗ്നീഷ്യമാണ്. കാരണം മെഗ്നീഷ്യത്തിൻ്റെ കയ്യിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? ആര് കാരണം കൊണ്ടാണ് മറ്റയാളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് ആരാ? ആരെടുത്തു നിന്നാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അയാൾ റെഡ്യൂസിങ് ഏജൻറ്റായി മാറും. ക്ലിയർ ആയല്ലോ? ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഇനി അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരരുത് കേട്ടോ. അപ്പോൾ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഓക്സിഡേഷൻ ഇസ് കോൾഡ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ആരാണോ ഓക്സിഡേഷൻ, ആരെ കാരണം കൊണ്ടാണോ ഓക്സിഡേഷൻ ഉണ്ടാവുന്നത് അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. കോപ്പർ കാരണമാണ് മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. അപ്പം കോപ്പർ ആരാ? ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അതേപോലെ തന്നെ ആരെടുത്തു നിന്നാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യത്തിൻ്റെ അടുത്താണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഇനി അപ്പം ഇൻ ദിസ് റിയാക്ഷൻ കോപ്പർ ഇസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. കോപ്പറാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. മെഗ്നീഷ്യം എന്താ? റെഡ്യൂസിങ് ഏജൻറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിഡോക്സ് റിയാക്ഷൻ? എന്താ ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കണ്ടില്ല, ഒരാൾ ഇലക്ട്രോൺ
നഷ്ടപ്പെടുന്നുണ്ട്, മറ്റേ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഓക്സിഡൈസിങ് ഏജൻറ്റിന് ഈ റിഡോക്സ് റിയാക്ഷൻ എന്ത് സംഭവിച്ചു? അവിടെ ശരിക്കും നിങ്ങൾ നോക്കുക, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ സംഭവിച്ചത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ? കോപ്പറാണ്. കോപ്പർ എന്താ സംഭവിച്ചത്? കോപ്പർ ഇലക്ട്രോണിനെ ഗെയിൻ അല്ലേ ചെയ്തത്? ഗെയിൻ ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയും? അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ആളുടെ റിയാക്ഷൻ നമ്മൾ എന്താ പറയും? റെഡ്യൂസ്ഡ് ആയി അല്ലേ? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്തായി? റെഡ്യൂസ്ഡ് ആയി. റെഡ്യൂസിങ് ഏജൻറ്റ് എന്തായി മാറി? ഓക്സിഡൈസ്ഡും ആയി. കേട്ടോ, ഇത് മനസ്സിലാക്കുക. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്തായി? റെഡ്യൂസ്ഡ് ആയി. ഓക്സിഡൈസിങ് കോപ്പറിന് കാരണമാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്, പക്ഷേ അയാൾ ഗെയിൻ ചെയ്ത്, അപ്പോൾ അയാൾ എന്തായി? റെഡ്യൂസ്ഡ് ആയി. റെഡ്യൂസിങ് ഏജൻറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. അപ്പം ആരുടെ നിന്നാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അയാൾ ഓക്സിഡൈസ്ഡ് ആയി. ഓക്സിഡൈസ്ഡ് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഓർ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അപ്പം വേറെ തരത്തിൽ ഞാൻ പറയാം, കൺഫ്യൂഷൻ ആക്കരുത്. റെഡ്യൂസിങ് ഏജൻറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻറ്റ് ശരിക്കും നിങ്ങൾക്ക് ഇതിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്സിഡേഷൻ എന്താണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന ആളാണ് അല്ലേ? ഓക്സിഡേഷൻ നടക്കുന്നത് ഇലക്ട്രോൺ നഷ്ടപ്പെടാൻ. അയാൾ ആരാ? റെഡ്യൂസിങ് ഏജൻറ്റാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് പറഞ്ഞാൽ മറ്റാൾക്ക് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ ആരാണ് ഇലക്ട്രോൺ ലോസിൽ നിന്ന്? അയാളല്ല റെഡ്യൂസിങ് ഏജൻറ്റ്. ഏജൻറ്റിന് പണി എന്താ? നമുക്ക് സഹായിച്ചു കൊടുക്കുക. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് എന്താ ചെയ്യുക? നമുക്ക് വീട് വാങ്ങിക്കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ. അതേപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ അയാൾ എന്തായി മാറാം? ഓക്സിഡൈസ്ഡ് ആവാണ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇനി ഐഡൻറ്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദ റിയാക്ഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ സിൽവർ നൈട്രേറ്റും കോപ്പറാണ് റിയാക്ട് ചെയ്യുന്നത്. സിൽവർ നൈട്രേറ്റ് ആൻഡ് കോപ്പർ ഗിവ്സ് കോപ്പർ നൈട്രേറ്റ് പ്ലസ് 2Ag. അപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സിൽവർ നൈട്രേറ്റിനെ അതിൻ്റെ പ്ലേസിൽ നിന്ന് ആര് പുറത്താക്കി? കോപ്പർ പുറത്താക്കി. എന്നിട്ട് കോപ്പർ അതിൻ്റെ പ്ലേസിൽ കയറി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആരടുത്തു നിന്നാണ് ഇവിടെ ഇലക്ട്രോൺ നഷ്ടമായത്? ആരടുത്ത് നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു? ആര് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു? ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചത്? അപ്പം മെറ്റലായിട്ട് പുറത്തേക്ക് പോകുന്ന ആളാരാണോ അയാൾക്കാണ് ഇലക്ട്രോൺ കിട്ടിയത് അല്ലേ? എന്നാൽ മാത്രമേ അയാൾ പുറത്തേക്ക് പോകുള്ളൂ. അപ്പം അയാൾക്ക് ഗെയിൻ ചെയ്ത് അയാൾ ഇലക്ട്രോൺ കിട്ടി. ഇലക്ട്രോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് റിഡക്ഷൻ അല്ലേ? അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് സിൽവറിൻ്റെ മുകളിലാണ് അല്ലേ? സിൽവറാണ് റെഡ്യൂസ്ഡ് ആയത്. ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? കോപ്പറിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. കോപ്പർ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് അത് ആ ഇലക്ട്രോൺ ഏറ്റെടുത്ത്? സിൽവർ ഏറ്റെടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ? ആര് കാരണമാണ് കോപ്പറിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? സിൽവർ കാരണമല്ലേ? അപ്പം ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ? സിൽവറാണ്. ഓക്കെ, ആരെ കാരണമാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ? സിൽവറാണ്. ഇനി ആരെടുത്തു നിന്നാണ് അല്ലെങ്കിൽ ആരാണ് ഇലക്ട്രോൺ കൊടുക്കാൻ സഹായിച്ചത്? കോപ്പറല്ല ഇലക്ട്രോൺ കൊടുത്തത്. അപ്പം റെഡ്യൂസിങ് ഏജൻറ്റ് ആരാ? കോപ്പറാണ്. കോപ്പറാണ് സിൽവറിന് എന്ത് കൊടുത്തത്? ഇലക്ട്രോൺ കൊടുത്തത്. അപ്പോൾ കോപ്പറാണ് എന്ത് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് വരാ. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഇൻ റെഡോക്സ് റിയാക്ഷൻ ദ മോർ റിയാക്റ്റീവ് മെറ്റൽ ആക്ട്സ് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. ഇത് വേറെ എളുപ്പ വഴി കൂടി. മോർ റിയാക്റ്റീവ് മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് നമ്മളുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് പോലെ അയാൾ വാങ്ങിത്തരും, അല്ലെങ്കിൽ അയാൾ കൊടുക്കും ഇലക്ട്രോണിൻ്റെ. അപ്പോൾ മോർ റിയാക്റ്റീവ് മെറ്റൽ ദയാലു ആയതല്ല, ദാനശീലനായതുകൊണ്ട് ചെയ്യും അയാൾ ഇലക്ട്രോൺസ് കൊടുക്കും. അയാളായിരിക്കും റെഡ്യൂസിങ് ഏജൻറ്റ്. ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്ത് ചെയ്യും? മറ്റൊരാളടുത്ത് നിന്ന് വാങ്ങും. അയാളായിരിക്കും ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു യൂസും കൂടിയുണ്ട്. ടു ഐഡൻറ്റിഫൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. അപ്പോൾ ഒരു ആസിഡും വേറെ ഏതെങ്കിലും എലമെൻറ്റോ മെറ്റലോ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം അതിൻ്റെ അകത്തുനിന്ന് ആസിഡിൻ്റെ അകത്തുനിന്ന് ഹൈഡ്രജൻ റിലീസ് ആവുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോലും നമുക്ക് ഈ റിയാക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഈ സീരീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മെറ്റൽസ് പ്ലേസ്ഡ് അബവ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട്സ് ആസിഡ്സ്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ഏകദേശം നടുവിന് കുറച്ച് താഴെയാണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ മുകളിലുള്ള മെറ്റൽസ് എന്ത് ചെയ്യും? ഹൈഡ്രജൻ അതിൻ്റെ പ്ലേസിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ നമുക്കറിയാം അധികവും ആസിഡിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ അതിൻ്റെ പ്ലേസിൽ നിന്ന് ഈ മെറ്റൽസ് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ഹൈഡ്രജനെ കാട്ടി മുകളിലുള്ള മെറ്റൽസ്, താഴത്തുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
മനസ്സിലായല്ലോ റിയാക്ടിവിറ്റി സീരീസ്. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് സെല്ലിലേക്ക് പോവാണ്. അതാണ് എന്ത്? ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു സോൾട്ട് സൊല്യൂഷനോ വാട്ടറോ അതിൻ്റെ അകത്ത് കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താവും? സ്പ്ലിറ്റ് ആവും. ഇപ്പോൾ വെള്ളത്തിൽ കൂടെ ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജൻ സെപ്പറേറ്റ് ആവും. അതിനാണ് നമ്മൾ എന്താ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടെന്താ വെച്ചാൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നേരെ തിരിച്ചാണ് ഉണ്ടാവുന്നത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ ചേഞ്ചസ് നടത്താം. അതാണ് ഇലക്ട്രോളിറ്റിക് സെൽസിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുന്നത്? സെൽസ് വിച്ച് യൂട്ടിലൈസ് ഇലക്ട്രിക്കൽ എനർജി ടു ബ്രിങ് അബൌട്ട് കെമിക്കൽ ചേഞ്ചസ്. അപ്പം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, ഇലക്ട്രോളിറ്റിക് സെൽസിൽ നടക്കുന്നത്. അപ്പം കറണ്ട് ഉപയോഗിച്ചിട്ട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന സെൽസാണ് എന്ത്? ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എന്താണ് ഈ കാറ്റയോൺസും ആനയോൺസും എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റയോൺസ്, അതിനും ഒരു എളുപ്പവഴി ഓർമ്മിക്കാൻ, പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്, Pc. നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്, Na. നെഗറ്റീവും പോസിറ്റീവും അയോൺസിൻ്റെ പേരാണ് കേട്ടോ. കാറ്റയോൺസ് Pc, ആനയോൺസ് Na. ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മിക്കുക. പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റയോൺസ് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക? പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ഒരു സാധനം നെഗറ്റീവ് ചാർജുള്ള ഭാഗത്തേക്കാണോ പോവുക? പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തേക്കാണോ പോവുക? എപ്പോഴും നമ്മൾ പഠിച്ചത് എന്താ? അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നാണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജുള്ള കാറ്റയോൺസ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ ഭാഗത്തായിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ പേര് കാത്തോഡ് എന്നാണ്. ഓക്കെ, കാറ്റയോൺസ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള അയോൺസ് ആണ്. അത് പോകുന്നത് എവിടെയാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കാറ്റയോൺസ് പോകുന്ന ഇലക്ട്രോഡ് എന്താ? കാത്തോഡാണ്. ആനയോൺസ് നെഗറ്റീവ്ലി ചാർജാണ്. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആനയോൺസ് പോകുന്ന എവിടെയാണ്? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആനോഡിലാണ്. ഈ രണ്ട് സാധനം നിങ്ങളവിടെ ഉറപ്പിച്ചങ്ങോട്ട് വെക്കുക മനസ്സിൽ. കാറ്റയോൺസ് പോകുന്ന ഇലക്ട്രോഡ് ഏതാ? കാത്തോഡ്. അതിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. കാരണം എന്താ? പോസിറ്റീവ് ചാർജാണ് കാറ്റയോൺസിന്, അത് പോവുക നെഗറ്റീവ് ചാർജുള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് കാത്തോഡ്, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ആനോഡ്. അവിടെ ആരാ പോവുക? നെഗറ്റീവ് ചാർജുള്ള ആനയോൺസ് ആണ് പോവുക. ഈ സാധനം മറക്കാതെ അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലേ, പ്ലസ് ചാർജ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാഥോഡിലേക്കാണ് പോകുന്നത്. മൈനസ് ചാർജ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? വെള്ളത്തിലേക്ക്, അതായത് ഈ സൊല്യൂഷനിലേക്ക് വരുന്നുണ്ട്. അപ്പം പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇങ്ങോട്ടേക്ക് പോകും, അതേപോലെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ആനോഡിലേക്കും പോകും. ഓക്കെ, ഇതങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇലക്ട്രോളിറ്റിക് സെൽസിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ആനോഡ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് ഉണ്ട്. അതിൻ്റെ ടെർമിനൽസ്, കാഥോഡിൻ്റെ ടെർമിനൽ എവിടെ കണക്ട് ചെയ്ത്? ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്ത്, ആനോഡിൻ്റെ ടെർമിനൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്റ്റും ചെയ്തു. ഓക്കെ, ഇതാണ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ സംഭവിക്കുന്നത്. അപ്പം എക്സ്റ്റേണൽ സോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എടുക്കുന്ന സോൾട്ട് സൊല്യൂഷൻ്റെ അകത്ത് ചില റിയാക്ഷൻ നടന്നിട്ട് അവിടെ ഇലക്ട്രോൺസ് ഈ സൊല്യൂഷനിലേക്ക് വരും. ആ സൊല്യൂഷൻ്റെ അകത്തുനിന്ന് മറ്റേ ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് നടക്കും. അപ്പം ഈ കാഥോഡ് എന്താ, ആനോഡ് എന്താ, ഇവിടെ എടുക്കുന്ന സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ എടുക്കുന്ന ഈ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ആ സൊല്യൂഷൻ നമ്മൾ പേര് ഇലക്ട്രോലൈറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാഥോഡ് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ്. കാറ്റയോൺസ് പോകുന്ന ഭാഗം നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്. അപ്പം ഇലക്ട്രോലൈറ്റ് എന്താ? ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന, ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്ന ഇലക്ട്രോൺസ് ഉള്ള ആ ഒരു മീഡിയം അല്ലേ, ആ മീഡിയത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ബാറ്ററി എന്താ ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫോഴ്സ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ജനറേറ്റ് ആവും നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പം. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനൊക്കെ
ഈ സൊല്യൂഷൻ്റെ അകത്ത് സെല്ലിൻ്റെ അകത്ത്, ഇതാണ് ഒരു സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സെൽസിൻ്റെ അകത്തേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, കാറ്റയോൺസ് പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, കാഥോഡിലേക്ക് പോവും, അവിടെ റിഡക്ഷൻ നടക്കും, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. ആനയോൺസ് എന്ത് ചെയ്യും, മൂവ് ടുവേർഡ്സ് ദ ആനോഡ് ടു ലോസ് ഇലക്ട്രോൺസ്, അവർ ഇലക്ട്രോൺസിൻ്റെ നഷ്ടപ്പെടാൻ വേണ്ടി ആനോഡിൻ്റെ അടുത്തേക്ക് പോവും, അവിടെ എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, റിഡക്ഷനാണ്, CAR, കാഥോഡ് റിഡക്ഷൻ. ആനോഡിൽ നടക്കുന്നതോ ഓക്സിഡേഷൻ, ആനോഡ് ഓക്സിഡേഷൻ. കാർ എന്താ, കാഥോഡിൽ നടക്കുന്നത് എന്താണ്, റിഡക്ഷനാണ്, കാഥോഡ് റിഡക്ഷൻ കാർ. ആനോഡിൽ ഓക്സിഡേഷൻ ആനോ. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, കൺഫ്യൂഷൻ ആവാതെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ഇലക്ട്രോളിസിസ് എന്താണ്, ഇസ് എ കെമിക്കൽ പ്രോസസ് ദാറ്റ് യൂസസ് ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ട് ടു ഡ്രൈവ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നോൺ സ്പോണ്ടേനിയസ് പെട്ടെന്ന് നടക്കുന്നതല്ല, സാവധാനം. ടിപ്പിക്കലി ടു ബ്രേക്ക് ഡൗൺ ആൻ അയോണിക് കോമ്പൗണ്ട് ഇൻ ടു ഇറ്റ്സ് എലമെൻറ്റ്സ്. അയോണിക് കോമ്പൗണ്ട്സിനെ എലമെൻറ്റ്സ് ആക്കി മാറ്റുന്നത്. അപ്പം സോഡിയം ക്ലോറൈഡ് NaCl ആണ് ഫോർമുല. ഇത് കൂടെ നമ്മൾ ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്ത്, DC കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ, ഇത് Na പ്ലസ് Cl മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അതിന് അയോൺസ് ആയിട്ട് മാറും. ഓക്കെ, അതിൻ്റെ സ്വന്തം എലമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ആവും. അതാണ് എന്ത്, നമ്മളുടെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഇൻ ആൻ ഇലക്ട്രോളിറ്റിക് സെൽ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ആനോഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു നാനോ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി, ആനോ അല്ലെങ്കിൽ നാനോ എന്ന് ഓർമ്മിക്കുക. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്, ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ കാഥോഡിൽ റിഡക്ഷൻ, അത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഓക്കെ, ഇൻ എ ഗാൽവനിക് സെൽ, നമ്മളിപ്പം പഠിച്ച ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഗാൽവനിക് സെൽ എന്താ ചെയ്യുന്നത്, ആനോഡ് വർ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇത് കൺഫ്യൂഷൻ ആവരുത്, നമ്മളുടെ ഗാൽവനിക് സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നമ്മളുടെ ഇലക്ട്രോലൈറ്റിക് സെല്ല് പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ പറയാം, കൺഫ്യൂഷൻ ആവരുത്. ഗാൽവനിക് സെല്ല് ആനോഡ് വർ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പം ഈ ഗാൽവനിക് സെല്ലിൽ നെഗറ്റീവ് ഇലക്ട്രോഡാണ് നമ്മൾ ആനോഡായിട്ട് കാണിക്കുന്നത്. ആൻഡ് ദ കാഥോഡ് വർ റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഗാൽവനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. ഈ ആനോഡ് ഏതാ കാഥോഡ് ഏതാണെന്നുള്ളത് ഓർമ്മിക്കുക. നിങ്ങൾ ഇലക്ട്രോളിറ്റിക് സെല്ല് അങ്ങോട്ട് നല്ലോണം മനസ്സിലാക്കി വെക്കുക. മറ്റേ ഗാൽവനിക് സെല്ല് നേരെ വിപരീതമാണ് ഉള്ളതെന്നുള്ളത് അങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് വെക്കുക. ഓക്കെ, കാഥോഡ് ആനോഡും ഇലക്ട്രോലിറ്റിക് സെല്ല് മാത്രം ശ്രദ്ധിക്കുക. മറ്റേ ഗാൽവനിക് സെല്ല് തൽക്കാലം നിങ്ങളങ്ങനെ സോൾട്ട് ബ്രിഡ്ജിൻ്റെ കാര്യമൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ക്ലിയർ ആയല്ലോ. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എല്ലാവർക്കും അറിയാം അല്ലേ, ഉപ്പാണ്. ക്രിസ്റ്റലായിരിക്കുന്ന കണ്ടീഷനിൽ ഇതങ്ങനെ കറണ്ടൊന്നും എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഒരു സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അത് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി കണ്ടക്റ്റും ചെയ്യില്ല. പക്ഷേ അതിന് നമ്മളൊന്ന് കുറച്ചൊരു മോൾട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, ലിക്വിഡ് അല്ല സോളിഡ് അല്ലാത്തൊരവസ്ഥ. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് വളരെ നല്ലോണം ഇലക്ട്രിസിറ്റി കണ്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് സോഡിയം ക്ലോറൈഡ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അവിടെ അയോൺസ് വൈബ്രേറ്റ് ചെയ്യും, ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്താ, ഗുഡ് കണ്ടക്ടറാണ്. കാരണം എന്തായിട്ട് അയോൺസ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളുടെ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ അവിടെ 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്. DC കറണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ മോൾട്ടൺ സോഡിയം ക്ലോറൈഡുള്ള സൊല്യൂഷൻ്റെ അകത്താണ് ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സിന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടെ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യുമ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ക്ലോറിൻ ഗ്യാസ് എവിടെ കളക്ട് ആവുന്നുണ്ട്, ക്ലോറിൻ ഗ്യാസ് പെയിൽ ഗ്രീൻ കളർ ആയിരിക്കും അതിനുണ്ടാവുക. ആനോഡിൽ എന്ത് ചെയ്യും, അവിടുന്ന് റിലീസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഇലക്ട്രോണിന് റിലീസ് ചെയ്യുന്നുണ്ട്. സിൽവർ മോൾഡിയം മെറ്റൽ ഇസ് ഫോംഡ് അറ്റ് ദ കാഥോഡിൽ സിൽവർ മെറ്റലും വരുന്നുണ്ട്, സിൽവറി മോൾട്ടൺ സോഡിയം സിൽവറി കളറുള്ളത്. ഓക്കെ, വാട്ട് ആർ ദ അയോൺസ് ഇൻ ദ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? Na+ഉം Cl- ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, Na+ ആൻഡ് Cl- ആർ ദ അയോൺസ് പ്രസൻറ്റ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. Na+ ആൻഡ് Cl- അയോൺസ് അതിനകത്ത് കാണും. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ്? ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്? ഓക്കെ, ഇവിടെ ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താ?
നമ്മൾ നേരത്തെ കഴിഞ്ഞിരുന്നു ആനോഡ് എന്താണ്, പോസിറ്റീവ് ആണ്. അവിടെ എന്ത് നടക്കും, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നടക്കുക, ഓക്സിഡേഷനിൽ നടക്കുന്ന അവിടെയാണ് ആനോഡിൽ ഓക്സിഡേഷൻ. ഓക്കെ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ക്ലോറിൻ മൈനസ് ചാർജ് ആയിരുന്നു, അത് 2 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് Cl2 + 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്? കാർ എന്താ, കാഥോഡിൽ റിഡക്ഷൻ റിയാക്ഷനാണ്. ഓക്കെ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പം ക്ലോറിൻ റിലീസ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺ ആര് ആക്സെപ്റ്റ് ചെയ്യും, സോഡിയം ആക്സെപ്റ്റ് ചെയ്യും. Na+ ഒരു ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്തിട്ട് Na ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്? അപ്പോൾ നമുക്ക് കാഥോഡിൽ എന്ത് കിട്ടുന്നുണ്ട്, കാഥോഡിൽ നമുക്ക് കിട്ടുക സോഡിയം. ആനോഡിൽ നമുക്ക് കിട്ടുന്നത് ക്ലോറിൻ. ഓക്കെ, ആനോഡിൽ ക്ലോറിൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് കഴിയാൻ കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് ഞാൻ ഇലക്ട്രോളിസിസ് വേറെ ഒരു പാർട്ടിലും ഇലക്ട്രോപ്ലേറ്റിംഗ് വേറൊരു പാർട്ടിലും എടുക്കുന്നത്. അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.